നമസ്തേ. ഗീതാതരംഗത്തിൻ്റെ മറ്റൊരു പോസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ വഴിതിരിക്കുന്നത് ഇംഗ്ലീഷിലുള്ള ചെറിയൊരു പ്രഭാഷണത്തിലേക്കാണ്. 12ാം ലക്കം, 12ാം എപ്പിസോഡ്. അതിൽ പറയുന്നത് പ്രജ്ഞ, കോൺഷ്യസ്നസ് എ പേഴ്സണാണ് എന്നാണ്. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവബോധം, ബോധം, കോസ്മിക് ബോധം, പ്രാപഞ്ചിക ബോധം, അത് വൈയക്തിക ബോധമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കണമെന്നുള്ളതാണ്. ഈ ബോധത്തിനെ വളർത്തിയെടുക്കലാണ് മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ദുർലഭം ത്രേവയേവയത് ദൈവാനുഗ്രഹഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയം എന്നാണ് വിവേക ചൂടാമണിയിൽ ഭഗവത് ശങ്കരപാദർ പറഞ്ഞിട്ടുള്ളത്, ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. മനുഷ്യനായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം. മനുഷ്യനായിട്ട് പിന്നെ മുമുക്ഷുത്വം, മനുഷ്യനാണെന്നുള്ള അവസ്ഥ അറിയുന്നത് തന്നെ ഏതാണ്ടൊരു കൗമാരപ്രായത്തിൽ, ബാല്യപ്രായത്തിൽ അഡ്വാൻസ് സ്റ്റേജിലായിരിക്കാം, 10-12 വയസ്സുള്ളപ്പോഴായിരിക്കാം. പിന്നീട് മഹാപുരുഷ സംശ്രയം, മുമുക്ഷുത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലത്തെ ഇതിനപ്പുറത്ത് ശാശ്വതമായിട്ടുള്ള എന്തോ, മാറുന്ന ലോകത്തിൽ മാറാത്തത് എന്തോ ഉണ്ട് എന്ന് ഉള്ള ബോധം, അതാണ് കോൺഷ്യസ്നസ്, പ്രജ്ഞ, സ്ഥിതപ്രജ്ഞാവസ്ഥ. മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പും ജീവിച്ചിരിക്കുമ്പോഴും ജീവിതം അവസാനിച്ചു കഴിഞ്ഞാലും സ്ഥായിയായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിനാണ് പ്രജ്ഞ, കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ശാസ്ത്രം ഇന്നത് അംഗീകരിച്ചു കഴിഞ്ഞു. പല വിധത്തിലുള്ള പരിണാമങ്ങളും ഒബ്സർവൻസസും മൂലം അത് അംഗീകരിച്ചു കഴിഞ്ഞു, ലോജിക്കലായിട്ട് തന്നെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് പക്ഷേ സാധാരണ മനുഷ്യർക്ക്, അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാർക്ക് കൂടി എങ്ങനെയാണ് ഒരു 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 പുകരൂപത്തിലുള്ളൊരു കൺസെപ്റ്റിനെ മനനം ചെയ്യാനും ധ്യാനിക്കാനും ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഒക്കെ പറ്റുക എന്നുള്ളൊരു ചോദ്യം കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു പേഴ്സണ എന്ന ഒരു ആശയത്തിലേക്ക് എത്തിയത്. അതിനെന്തുകൊണ്ട് ഒരു സാകാര രൂപം കൊടുത്തുകൂടാ? അവിടെയാണ് കവി ഭാവനയും കവി സങ്കല്പവും പല പല സാഹിത്യങ്ങളും, ലോകത്തിലത്തെ എല്ലാ മഹത് സാഹിത്യങ്ങളും പുരാണങ്ങളും എടുത്തിട്ടുള്ളത് ഈ കവിഭാവനയെന്നാണ്. കാവ്യഭാവനയ്ക്ക് പറ്റാത്ത ഒന്നുമില്ല. ഇല്ലാത്തത് ഉണ്ടാക്കാൻ കഴിയും, ഉള്ളതിനെ ഇല്ലാതാക്കാനും കഴിയും. പക്ഷേ നമ്മളിത് ഒരു ബാഹ്യവസ്തുവിനെ അല്ല നമ്മൾ അന്വേഷിക്കുന്നത്. ആന്തരികമായിട്ടുള്ള തീർച്ചയായിട്ടും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതും പ്രൂവ് ചെയ്യപ്പെട്ടുള്ളതുമായിട്ടുള്ള ഒരു അവബോധം, അതിനെ എങ്ങനെ പ്രാപഞ്ചിക അവബോധമായിട്ട് കണക്ട് ചെയ്യാമെന്നും ബന്ധപ്പെടുത്താമെന്നും അതിന് ഒരു ഉപാധി മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് സാകാര രൂപങ്ങളും സഗുണോപാസനയും, പേഴ്സണ എന്ന് പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് പ്രഭാഷണത്തിൽ ഞാൻ അതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഷേക്സ്പിയറുടെ വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു 2-3-4 വാചകങ്ങൾ. എ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം എന്ന് പറഞ്ഞ ഫേമസ് നാടകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിൽ അദ്ദേഹം ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ഓർക്കണം, അദ്ദേഹം 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നൊരു കവിയാണ്, നാടകകൃത്താണ്. അപ്പം അതും കൂടി ഒന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം എന്ന് പറയുകയാണ് ഞാനിതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഈ ചെറിയൊരു ഇൻട്രഡക്ഷൻ ഞാനിത് മലയാളത്തിൽ പറഞ്ഞിട്ട് നിങ്ങളെ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുപോകല്ല നോക്കുന്നത്, സത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ശ്രീകൃഷ്ണാർപ്പണമസ്തു.